ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫാമിലി ലോയിലെ ഡോക്ട്രൈൻ ഓഫ് റിലേഷൻ ബാക്ക് എന്നുള്ള ടോപ്പിക്കാണ്. ഇതിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് റിലേഷൻ ബാക്ക് എന്നത് ഹിന്ദു അഡോപ്ഷൻ ലോയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ഇത് പറയുന്ന ഒരു അഡോപ്റ്റഡ് ചൈൽഡിനെ എപ്പോഴാണ് അഡോപ്റ്റീവ് പാരൻസ് ചൈൽഡായി കൺസിഡർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓൾഡ് ഹിന്ദു ലോ പ്രകാരം അഡോപ്ഷൻ പാസ്റ്റ് ഡേറ്റ് മുതൽ എഫക്റ്റ് ഉണ്ടെന്ന് കണക്കാക്കി. പക്ഷേ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട് 1956 വന്നപ്പോൾ ഈ റൂള് മതി. ഇതിൻ്റെ മീനിങ് ആണ്, ഓൾഡ് ഹിന്ദു ലോ പ്രകാരം ഒരു കുട്ടിയെ വാലിഡായി അഡോപ്റ്റ് ചെയ്താൽ ആ കുട്ടി അഡോപ്റ്റ് ഫാദർ മരിച്ച ദിവസം മുതൽ തന്നെ ആ കുടുംബത്തിലെ അംഗമായിരുന്നുവെന്ന് ലോ കൺസിഡർ ചെയ്യും. അതായത് അഡോപ്ഷൻ പിന്നെ നടന്നാലും ലോ അത് മുൻപത്തെ ഡേറ്റ് മുതൽ എഫക്റ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തിരുന്നു. അടുത്താണ് സ്കോപ്പ് ഓഫ് ദ ഡോക്ട്രൈൻ. സ്കോപ്പ് ഓഫ് ദ ഡോക്ട്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂള് കാരണം അഡോപ്റ്റഡ് ചൈൽഡിന് ഇൻഹെറിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. മറ്റ് ഹയേഴ്സ് ഓൾറെഡി വാങ്ങിയ പ്രോപ്പർട്ടി പോലും തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് അഡോപ്റ്റഡ് ചൈൽഡിന് ഓൾഡ് ഡേറ്റ് മുതൽ ഇൻഹെറിൻസ് റൈറ്റ് ഉണ്ടായിരുന്നു. ഇനി അടുത്താണ് പൊസിഷൻ ആഫ്റ്റർ ദി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട് 1956. ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട് 1956 സെക്ഷൻ 12 ഈ റൂള് മാറ്റി. ഇപ്പോൾ അഡോപ്റ്റഡ് ചൈൽഡ് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് മുതൽ മാത്രം അഡോപ്റ്റീവ് പാരൻസിൻ്റെ ചൈൽഡാണ്. ഓൾഡ് ഡേറ്റ് മുതൽ ചൈൽഡാണെന്ന് ഇപ്പോൾ ലോയിൽ പറയുന്നില്ല. അടുത്താണ് പ്രൊട്ടക്ഷൻ ഓഫ് വെസ്റ്റഡ് പ്രോപ്പർട്ടി. പ്രൊട്ടക്ഷൻ ഓഫ് വെസ്റ്റഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്ഷന് മുൻപ് പ്രോപ്പർട്ടി വേറൊരാളുടെ പേര് ലീഗലി വന്നിട്ടുണ്ടെങ്കിൽ അഡോപ്റ്റ് ചൈൽഡ് ആ പ്രോപ്പർട്ടി തിരിച്ചെടുക്കാൻ പറ്റില്ല. അതായത് ഓൾറെഡി കിട്ടിയ പ്രോപ്പർട്ടി റൈറ്റ്സ് ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മുൻപ് ഡോക്ട്രിൻ ഓഫ് റിലേഷൻ ബാക്ക് പ്രകാരം അഡോപ്റ്റഡ് ചൈൽഡിന് പാസ്റ്റ് ഡേറ്റ് മുതൽ ഇൻഹെറിൻസ് റൈറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട് 1956 സെക്ഷൻ 12 വന്നതോടെ ഈ ഡോക്ട്രിൻ ഓഫ് മിക്കവാറും അവസാനിച്ചു. പിന്നെ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് മുതൽ മാത്രം എഫക്റ്റ് ഉണ്ടാകും. പിന്നെ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് റിലേഷൻ ബാക്ക് എന്നത് ഓൾഡ് ഹിന്ദു ലോ പ്രകാരം അഡോപ്റ്റഡ് ചൈൽഡിനെ അഡോപ്റ്റഡ് ഫാദർ മരിച്ച ദിവസം മുതൽ കുടുംബത്തിലെ അംഗമായി കൺസിഡർ ചെയ്യുന്ന ഡോക്ട്രൈനാണ്. പക്ഷേ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട് 1956 സെക്ഷൻ 12 വന്നതോടെ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് മുതൽ മാത്രം എഫക്റ്റ് ഉണ്ടാകുന്നു. ഇതാണ് ഡോക്ട്രൈൻ ഓഫ് റിലേഷൻ ബാക്ക്. അടുത്താണ് ഗാർഡിയൻഷിപ്പ് ഓഫ് മൈനർ അണ്ടർ മുസ്ലിം ലോ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് മുസ്ലിം ലോയിലെ ഗാർഡിയൻഷിപ്പിനെ വില്ലിയറ്റ് എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മൈനർ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടീനെയാണ് മൈനർ എന്ന് പറയുന്നത്. അതിൻ്റെ പേഴ്സൺ എന്ന് വെച്ചാൽ ശരീരം, പ്രോപ്പർട്ടി, പിന്നെ മാരേജ് എന്നിവ നോക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. ഈ ഗാർഡിയൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൈനറിൻ്റെ വെൽഫെയർ, ക്ഷേമമാണ്. പിന്നെയാണ് പറയുന്നത് ഗാർഡിയൻഷിപ്പ് ഓഫ് പേഴ്സൺ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഗാർഡിയൻഷിപ്പ് ഓഫ് ദ പേഴ്സൺ എന്നത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആൻഡ് അപ്ബ്രിങ്ങിങ്, അതായത് വളർത്തൽ, പ്രൊട്ടക്ഷൻ, ഡെയിലി കെയർ എന്നിവ നോക്കുന്നതാണ്. ഫാദറാണ് നാച്ചുറൽ ഗാർഡിയൻ. പക്ഷേ കുട്ടിയുടെ ആദ്യകാല കസ്റ്റഡി റൈറ്റ് അമ്മയ്ക്കാണ്. അത് ഹിസാനത്ത് എന്ന് അമ്മേനെ പറയും. കസ്റ്റഡി റൂൾസ് എന്ന് പറയുന്നത് ആദ്യം സുന്നി ലോയിൽ പറയുന്നത് ആൺകുട്ടിയാണെങ്കിൽ 7 വയസ്സ് വരെ, പെൺകുട്ടിയാണെങ്കിൽ പ്യൂബർട്ടി വരെ, ആൺകുട്ടിയാണെങ്കിൽ ഷിയാലോയിലാണെങ്കിൽ 2 വയസ്സ് വരെ, പെങ്കൊച്ചാണെങ്കിൽ 7 വയസ്സ് വരെയാണ് പറയുന്നത്. ഇനി ഗാർഡിയൻഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് മറ്റേ ഗാർഡിയൻഷിപ്പ് ഓഫ് പേഴ്സണെ പറ്റിയാണെന്ന് പറയുന്നത്. ഇത് ഗാർഡിയൻഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനറിൻ്റെ സ്വത്ത് മാനേജ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ലീഗൽ ഗാർഡിയൻസായ ഫാദർ അപ്പോയിൻറ്റ് ചെയ്ത എക്സിക്യൂട്ടർ, പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, പിതാമഹൻ എന്നാണ് മലയാളത്തിലെ പ്രോപ്പർ വേർഡ്. പിന്നെ ഗ്രാൻഡ് ഫാദർ അപ്പോയിൻറ്റ് ചെയ്ത എക്സിക്യൂട്ടർ. പിന്നെ ഗാർഡിയൻ സ്വത്ത് കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യണം. ഗാർഡിയൻ സ്വന്തം കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ടതാണ്, സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ഗാർഡിയൻഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ പറയണത്. ഇനിയാണ്
ടൈപ്സ് ഓഫ് ഗാർഡിയൻസിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ടൈപ്പ് ഓഫ് ഗാർഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗാർഡിയൻ, ടെസ്റ്റിമെൻ്ററി ഗാർഡിയൻ, സ്റ്റാറ്റ്യൂട്ടറി ഗാർഡിയൻ, ഡി ഫാക്ടോ ഗാർഡിയൻ. അത് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലോ പ്രകാരം 4 ടൈപ്സ് ഓഫ് ഗാർഡിയൻസ് ആണുള്ളത്. നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ഫാദറാണ് നാച്ചുറൽ ഗാർഡിയൻ, ഫാദർക്ക് ശേഷം പെറ്റർണൽ ഗ്രാൻഡ് ഫാദർ. പിന്നെ ടെസ്റ്റിമെൻ്ററി ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ അല്ലെങ്കിൽ പെറ്റർണൽ ഗ്രാൻഡ് ഫാദർ വഴി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗാർഡിയനാണ്. സ്റ്റാറ്റ്യൂട്ടറി ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് 1890 പ്രകാരം കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗാർഡിയൻ. ഡി ഫാക്ടോ ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ അതോറിറ്റി ഇല്ലെങ്കിലും കുട്ടിയെ നോക്കുന്ന വ്യക്തിയാണ് ഡി ഫാക്ടോ ഗാർഡിയൻ. ഇനി ഗാർഡിയൻഷിപ്പ് ഇൻ മാരേജ്. ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗാർഡിയൻഷിപ്പിൽ മൈനറിൻ്റെ വിവാഹം അറേഞ്ച് ചെയ്യാൻ ഗാർഡിയനാണ് അധികാരമുള്ളത്. അതിൽ ഓർഡർ കൊടുത്തേക്കുന്ന ഫാദറിന് പെറ്റേണൽ ഫാദർ, പിന്നെ മറ്റ് പെറ്റേണൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ബന്ധുക്കൾ, റിലേറ്റീവ്സൊക്കെയാണ്, അതർ പെറ്റേണൽ റിലേറ്റീവ്സാണ് പറയുന്നത്. ഇനി ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മുസ്ലിം ലോയിൽ 3 ടൈപ്സ് ഓഫ് ഗാർഡിയൻഷിപ്പാണ് അംഗീകരിക്കുന്നത്. ഗാർഡിയൻഷിപ്പ് ഓഫ് ദ പേഴ്സൺ, ഗാർഡിയൻഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, ഗാർഡിയൻഷിപ്പ് ഇൻ മാരേജ്. എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും പ്രധാനം മൈനറിൻ്റെ വെൽഫെയർ ആണ്. പിന്നെ മുസ്ലിം ലോയിലെ വിലിയറ്റ് ഗാർഡിയൻഷിപ്പ് എന്നാണ് ഒരു മൈനറിൻ്റെ പേഴ്സൺ, പ്രോപ്പർട്ടി, മാരേജ് എന്നിവയുള്ള നിയമപരമായ അധികാരമാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൈനറിൻ്റെ വെൽഫെയറിനാണെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്താണ് ഗ്രൗണ്ട്സ് ഓൺ വിച്ച് എ ഹസ്ബൻഡ് ക്യാൻ റെഫ്യൂസ് ടു പ്രൊവൈഡ് മെയിൻ്റെനൻസ് ടു ഹിസ് വൈഫ്. അപ്പോൾ എന്തൊക്കെ ഗ്രൗണ്ട്സ് ആണ് ഹസ്ബൻഡിന് വൈഫിൻ്റെ മെയിൻ്റെനൻസ് കൊടുക്കാതിരിക്കാൻ പറ്റുന്നത്? അതിൽ ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടാണ് ആദ്യം. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അണ്ടർ BNSSൻ്റെ ഇതാണ് പ്രൊവിഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ BNSS പ്രകാരം, അതായത് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിതയിൽ പറയുന്നത് സ്വന്തമായി ജീവിക്കാൻ കഴിയാത്ത ഭാര്യയ്ക്ക് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ ചില പ്രത്യേക സിറ്റുവേഷനിൽ ഭാര്യയ്ക്ക് മെയിൻ്റെനൻസ് കൊടുക്കാതിരിക്കാൻ നിയമപരമായ അവകാശം ഉണ്ടെന്നാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ആദ്യത്തെ പോയിൻ്റാണ് വൈഫ് ഈസ് ലീവിങ് ഇൻ അഡൾട്ടറി. അതായത് ഭാര്യ അവിഹിത ബന്ധത്തിൽ പോവുകയാണെങ്കിൽ, അതായത് ഭാര്യ തുടർച്ചയായിട്ട് അഡൾട്ടറി ചെയ്യുകയാണെങ്കിൽ അഡൾട്ടറി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മെയിൻ്റെനൻസ് കിട്ടില്ല. ഈ സിറ്റുവേഷനിൽ ലോ മെയിൻ്റെനൻസ് അനുവദിക്കില്ല. രണ്ടാമത്താണ് വൈഫ് റെഫ്യൂസ് ടു ലീവ് വിത്ത് ഹെർ ഹസ്ബൻഡ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് റീസൺ. പിന്നെ പറയുന്നതാണ് ന്യായമായ കാരണമില്ലാതെ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ വിസമ്മതിക്കുകയോ വീട് വിട്ടു പോവുകയോ ചെയ്താൽ അവർക്ക് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്താണ് ലീവിങ് സെപ്പറേറ്റ്ലി ബൈ മ്യൂച്വൽ കൺസെൻറ്റ്. ഭാര്യയും ഭർത്താവും മ്യൂച്വൽ കൺസെൻറ്റിലൂടെ അവർ പരസ്പരം താമസിക്കാൻ തീരുമാനിച്ചാൽ സാധാരണയായി ഭാര്യയ്ക്ക് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ കഴിയാറില്ല. പിന്നെ വൈഫ് ഹാസ് സഫിഷ്യൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഇൻകം. അതായത് ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ മതിയായ വരുമാനമുണ്ടെങ്കിൽ കോർട്ട് മെയിൻ്റെനൻസ് നൽകാതിരിക്കുകയോ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഡിവോഴ്സ്ഡ് വൈഫ് റീമാരീസ്. അതായത് വിവാഹമോചിതയായ ഭാര്യ വീണ്ടും വിവാഹം കഴിക്കുന്നത്. അതായത് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിവാഹമോചിതരായ ഭാര്യ വീണ്ടും വിവാഹം കഴിച്ചാൽ ഭർത്താവിൽ നിന്ന് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇനി ക്യാൻസലേഷൻ ഓഫ് മെയിൻ്റെനൻസ് ഓർഡർ സെക്ഷൻ 144 ക്ലോസ് 5. ഇതിൽ പറയുന്ന മെയിൻ്റെനൻസ് ഓർഡർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ മുകളിൽ പറഞ്ഞ ഈ കാരണങ്ങളൊക്കെ ഏതെങ്കിലും പ്രൂവ് ചെയ്താൽ BNSS സെക്ഷൻ 144 ക്ലോസ് 5 പ്രകാരം മജിസ്ട്രേറ്റ് മെയിൻ്റെനൻസ് ഓർഡർ ക്യാൻസൽ ചെയ്യും. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ BNSS സ്വന്തമായി ജീവിക്കാൻ കഴിയാത്ത ഭാര്യമാർക്ക് മെയിൻ്റെനൻസ് നൽകി സംരക്ഷിക്കുകയാണ്. പക്ഷേ താഴെ പറയുന്ന സിറ്റുവേഷനിൽ മെയിൻ്റെനൻസ് നിഷേധിക്കുന്നു. ഭാര്യ അഡൾട്ടറിയിൽ ജീവിക്കുന്നത്, ന്യായമായ കാരണമില്ലാതെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്നത്, പരസ്പരം സമ്മതത്തോടെ വേറെ താമസിക്കുന്നത്, സ്വന്തമായി മതിയായ വരുമാനമില്ലാത്തത് ഉള്ളത്,
പിന്നെ വിവാഹമോചനത്തിന് ശേഷം വീണ്ടും വിവാഹം കഴിക്കുന്നത്. അപ്പോൾ BNSS പ്രകാരം ഭാര്യ അഡൾട്ടറിയിൽ ജീവിക്കുകയാണെങ്കിൽ, ന്യായമായ കാരണമില്ലാതെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ പരസ്പരം സമ്മതത്തോടെ വേറെ താമസിക്കുകയാണെങ്കിൽ, സ്വന്തമായി മതിയായ വരുമാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷം വീണ്ടും വിവാഹം കഴിച്ചാൽ ഭർത്താവിന് മെയിൻ്റെനൻസ് നൽകാതിരിക്കാൻ നിയമപരമായ അവകാശമുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് എലിജിബിലിറ്റി ടു ക്ലെയിം മെയിൻ്റെനൻസ് അണ്ടർ ഹിന്ദു ലോ. മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ എലിജിബിലിറ്റിയാണ് ഹിന്ദു ലോയിൽ ഉള്ളത്? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നതാണ്, മെയിൻ്റെനൻസ് എന്നത് ജീവിതത്തിന് ആവശ്യമായ ബേസിക് കാര്യങ്ങൾ നൽകുന്ന അതിൽ ഉൾപ്പെടുന്നതാണ് ഫുഡ്, ക്ലോത്ത്സ്, റെസിഡൻസ്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ എക്സ്പെൻസ്, പിന്നെ മറ്റ് ആവശ്യ ജീവിത ചെലവുകൾ. പിന്നെ മെയിൻ്റെനൻസ് പ്രധാനമായി റെഗുലേറ്റ് ചെയ്യുന്ന ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട് 1956 ഹിന്ദു മാരേജ് ആക്ട് 1955 പറയുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് സംരക്ഷിക്കാനും സുരക്ഷ നൽകാനുമാണ്. ഇതാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് മെയിൻ്റെനൻസ് ഓഫ് വൈഫ് സെക്ഷൻ 18 പറയുന്നത്. ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിന്ദു ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവൻ ഭർത്താവിൽ നിന്ന് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ട്. വേറെ താമസിച്ചാലും മെയിൻ്റെനൻസ് ലഭിക്കും. വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ, അതിൽ ക്രൂരത കാരണം, ഡിസഷൻ കാരണം, ഹസ്ബൻഡ് മതം മാറുകയാണെങ്കിൽ, കൺവേർഷൻ നടത്തുകയാണെങ്കിൽ, ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടെങ്കിൽ, പക്ഷേ താഴെ പറയുന്ന സിറ്റുവേഷനിൽ ഈ അവകാശം നഷ്ടപ്പെടും. അതായത് ഭാര്യ അൺകാസ്റ്റ് ആകുന്നത്, വേറെ മതത്തിലുള്ളവളാണെങ്കിൽ ഭാര്യ വേറെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടും. അടുത്താണ് മെയിൻ്റെനൻസ് ഓഫ് വിഡോ ഡോക്ട്രിൻ ലോ. അതായത് വിധവയായ ഡോക്ട്രിൻ ലോ മരുമകൾ, അവർക്കുള്ള അവകാശമാണ് സെക്ഷൻ 19 പറയുന്നത്. ഭർത്താവ് മരിച്ച മരുമകൾ വിഡോ ഡോക്ട്രിൻ ലോയ്ക്ക് സ്വന്തം വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാതെ ഇരിക്കുകയോ, സ്വന്തം സ്വത്ത് ഇല്ലാതിരിക്കുകയോ, ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് ജീവിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ഫാദർ ഇൻ ലോ സമ്പാദിക്കുന്ന ശേഷി ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാം. അടുത്താണ് മെയിൻ്റെനൻസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഏജഡ് പാരൻസ്. ഇത് സെക്ഷൻ 20 പറയുന്നത്. ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിന്ദു വ്യക്തിക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. ലെജിറ്റിമേറ്റ് മൈനർ ചിൽഡ്രൻ, ഇലെജിറ്റിമേറ്റ് മൈനർ ചിൽഡ്രൻ, പ്രായമായ പാരൻസ്, അസുഖമുള്ളതോ സ്വന്തമായി ജീവിക്കാൻ കഴിയാത്തതായ പാരൻസിന് ഇവരെ മെയിൻ്റെനൻസ് ചെയ്യാൻ, വിവാഹം കഴിക്കാത്ത മക്കൾക്ക് വിവാഹം വരെ മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാമെന്നാണ് സെക്ഷൻ 20 പറയുന്നത്. അടുത്താണ് മെയിൻ്റെനൻസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സെക്ഷൻ 21 ആൻഡ് 22. ഇതിൽ 21 ആൻഡ് 22 പറയുന്നത്, ഡിപ്പെൻഡൻസ് എന്നത് ഉൾപ്പെടുന്നവർ വിഡോവർ ഡോക്ടർ, വിധവയായ മരുമക്കൾ, വിധവയായ മോള്, പിന്നെ മൈനർ ഗ്രാൻഡ് ചിൽഡ്രൻ, പിന്നെ വിഡോവർ ഡോട്ടർ ഇൻ ലോ, മരുമകൾ, മോള്, ഇവരൊക്കെ വിധവയായിരിക്കണം. പിന്നെ മൈനറായിട്ടുള്ള ഗ്രാൻഡ് ചിൽഡ്രൻസ്. ഒരു ഹിന്ദു മരിച്ചാൽ അവൻ്റെ സ്വത്ത് ലഭിച്ച ഹയേഴ്സ് ആ ഇൻഹെറിൻസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്താണ് എമൗണ്ട് മെയിൻ്റെനൻസ് സെക്ഷൻ 23 ആൻഡ് 25. എമൗണ്ട് മെയിൻ്റെനൻസ് എന്തൊക്കെ എമൗണ്ട് ആയിട്ടാണ് ഈ മെയിൻ്റെനൻസ് സെക്ഷൻ 23 ആൻഡ് 25 പറയുന്നത്. കോർട്ട് ഡിസൈഡ് ചെയ്ത എമൗണ്ട് ഓഫ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ കൺസൾട്ടിങ് ഡിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോർട്ട് പറഞ്ഞേക്കുന്നത് ഇൻകം, പ്രോപ്പർട്ടി, നീഡ്സ് ഓഫ് ദ പാർട്ടീസ്, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, ലയബിലിറ്റീസ്, ഇതൊക്കെ, പിന്നെ സർക്കംസ്റ്റൻസ് മാരിറ്റൽ മാറ്റാനും സർക്കംസ്റ്റൻസിലെ മാരിറ്റൽ മെയിൻ്റെനൻസ് എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റാനും കോർട്ടിന് അധികാരമുണ്ട്. അടുത്താണ് ക്ലെയിം ടു ബി ഹിന്ദുസ് സെക്ഷൻ 24 പറയുന്നത്. ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യുന്ന ആൾ ഹിന്ദു ആയിരിക്കണം. വേറെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ബാധിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുവാണെങ്കിൽ
ഹിന്ദു ലോ മെയിൻ്റെനൻസ് അവകാശം നൽകുന്നത് ഭാര്യ, വിഡോവ് ഡോക്ടറിൻ ലോ, കുട്ടികൾ, പിന്നെ പ്രായമായ പാരൻസ്, മറ്റു ഡിപ്പെൻഡൻസ് ആണ്. ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയും കുടുംബങ്ങളെ ദൃഢതയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഹിന്ദു ലോ പ്രകാരം വൈഫ്, വിഡോ ഡോക്ടറിൻ ലോ, ചിൽഡ്രൻ, ഏജ്ഡ് പാരൻസ്, മറ്റ് ഡിപ്പെൻഡൻസ് എന്നിവർക്കൊക്കെ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട് 1956 പ്രകാരം മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സുരക്ഷതയും വെൽഫെയർ ഉറപ്പിക്കാനാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് വേരിയസ് പ്രോഹിബിഷൻ ആപ്ലിക്കബിൾ ടു മാരേജ് അണ്ടർ മുസ്ലിം ലോ. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് മുസ്ലിം ലോ പ്രകാരം മാരേജ് നിക്കാഹ് ഒരു സിവിൽ കോൺട്രാക്റ്റ് ആണ്. വാലിഡ് സാഹിക് മാരേജ് ആകാൻ വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിക് മാരേജ് എന്നാണ് പറയുന്നത്. വിവാഹം കഴിക്കുന്ന രണ്ടുപേരെയും നിയമപരമായി വിലക്കുകളിൽ നിന്ന് പ്രോഹിബിഷനിൽ നിന്ന് വിലക്കെന്ന് പറഞ്ഞാൽ പ്രോഹിബിഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. പിന്നെ ഈ പ്രോഹിബിഷൻസ് ഉണ്ടാക്കിയത് വിവാഹം റെഗുലേറ്റ് ചെയ്യാനും കുടുംബങ്ങൾക്ക് സംരക്ഷിക്കാനുമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇനിയാണ് കാറ്റഗറീസ് ഓഫ് മാരേജ്. കാറ്റഗറീസ് ഓഫ് മാരേജിൽ ആദ്യത്താണ് സാഹിക് മാരേജ്, അതായത് വാലിഡ് മാരേജ് ആണ്. ഇതിൽ പറയുന്നത് സാഹിക് മാരേജ് എന്ന വാലിഡ് മാരേജ് ആണ്. എല്ലാ ലീഗൽ കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്ത് ഒരു പ്രോഹിബിഷൻസും ഇല്ലാതെ നടക്കുന്ന വിവാഹമാണ് സാഹിക് മാരേജ്. പിന്നെയാണ് ഫാസിഡ് മാരേജ്. ഫാസിഡ് മാരേജിൽ ഇറഗുലർ മാരേജ് എന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്രോഹിബിഷൻസ് കാരണം ഇറഗുലർ ആയ വിവാഹമാണ്. ആ ഡിഫക്ട്സ് മാറ്റിയ വിവാഹം വാലിഡ് ആകുമെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ബാറ്റിൽ മാരേജ്. ബാറ്റിൽ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് മാരേജ് ആണ്. ഇതിൽ പറയുന്നത് ബാറ്റിൽ മാരേജ് എന്നത് വോയിഡ് മാരേജ് ആണ്. ഇത് പെർമനൻറ്റ് പ്രോഹിബിഷൻ വയലേറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. തുടക്കം മുതലേ വിവാഹത്തിന് ലീഗൽ വാലിഡിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഇനി പ്രോഹിബിഷൻ ആപ്ലിക്കബിൾ ടു മാരേജ്. എന്തൊക്കെ പ്രോഹിബിഷൻ വിലക്കുകളാണ് വിവാഹത്തിന് ഉള്ളത്, ബാധകമായിട്ടുള്ളത്? അത് തന്നെയാണ് ആബ്സലൂട്ട് പ്രോഹിബിഷൻ, അതായത് പെർമനൻറ്റ് പ്രോഹിബിഷൻ എന്ന് പറയും, ബാറ്റിൽ മാരേജ് എന്നും പറയും. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർമനൻറ്റ് പ്രോഹിബിഷൻ ആണ്. ഈ പ്രോഹിബിഷൻസ് ലംഘിച്ച വിവാഹം കഴിച്ചാൽ ആ വിവാഹം ബാറ്റിൽ വോയിഡ് ആകും. പിന്നെ ഇതിൽ കൺസ്യൂണിറ്റി എന്തൊക്കെയാ ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പ്. മാരേജ് പ്രോഹിബിറ്റ് ആകുന്നത് അത് രക്തബന്ധത്തിലുള്ളവരുമായിട്ട് വിവാഹം പാടില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് അമ്മ, മക്കള്, പിന്നെ സഹോദരി, അമ്മ, മകള്, സഹോദരി, അമ്മായി, ഇവരൊക്കെ ആയിട്ട് പാടില്ല എന്ന് പറയുന്നു. പിന്നെ അഫിനിറ്റി. പിന്നെ പറയാനാണ് അഫിനിറ്റിയിൽ പറയുന്നത് അഫിനിറ്റി റിലേഷൻഷിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാരേജ് വിവാഹബന്ധം മൂലം ഉണ്ടായ ബന്ധുക്കളുമായി വിവാഹം പാടില്ല. ഉദാഹരണം ഭാര്യയുടെ അമ്മ, മകൻ്റെ ഭാര്യ, അച്ഛൻ്റെ ഭാര്യ, ഇവരായിട്ട്. പിന്നെ ഫോസ്റ്ററേജ് റിലേഷൻഷിപ്പ് ബൈ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് പാലൂട്ടൽ ബന്ധം ബ്രസ്റ്റ് ഫീഡിങ് മൂലം ഉണ്ടാകുന്ന വിവാഹം പാടില്ല. അതായത് ഫോസ്റ്റർ മദർ, ഫോസ്റ്റർ സിസ്റ്റർ, ഇതൊക്കെയാണ്. ഇനി റിലേറ്റീവ്സ് പ്രോഹിബിഷൻ, ടെമ്പററി പ്രോഹിബിഷൻസ് എന്ന് പറയും. റിലേറ്റീവ് പ്രോഹിബിഷനിൽ പറയുന്നത് ഇവ ടെമ്പററി പ്രോഹിബിഷൻ ആണ്. ഈ പ്രോഹിബിഷൻ ലംഘിച്ച വിവാഹം കഴിച്ചാൽ ആ വിവാഹം ഫാസ്റ്റഡ് ഇറഗുലർ ആകും. ഡിഫക്റ്റ് മാറ്റിയാൽ വിവാഹം സാഹിക് വാലിഡ് ആകും എന്ന് പറഞ്ഞു. അതിലുള്ളതാണ് അൺലോഫുൾ കൺജൻഷൻ. അൺലോഫുൾ കൺജൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലോഫുൾ കൺജൻഷൻ ഉണ്ടെങ്കിൽ വിവാഹം പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഫിഫ്ത്ത് മാരേജ് ആണ് ഒരു മുസ്ലിം പുരുഷൻ ഓൾറെഡി 4 ഭാര്യമാരുണ്ടെങ്കിൽ അതിൽ 5ാമത്തെ വിവാഹം കഴിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ മാരേജ് ഡ്യൂറിങ് ഇദ്ദ പീരീഡിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഡിഫറൻസ് ഓഫ് റിലീജിയൻ, അതായത് ചില സിറ്റുവേഷൻസിൽ മതവ്യത്യാസം വിവാഹത്തിന് വിലക്കായി വരുന്നു. പിന്നെ പറയുന്നത് ആബ്സെൻസ് ഓഫ് വിറ്റ്നസ്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ വിറ്റ്നസ് ഇല്ലെങ്കിൽ വിവാഹം ഫാസിഡ് ആകും, ഇറഗുലർ ആകും എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ മുസ്ലിം ലോ വിവാഹത്തിന് വലിയ വാലിഡിറ്റി ഉറപ്പിക്കുന്നു, പിന്നെ കുടുംബ ബന്ധങ്ങൾക്ക് സംരക്ഷിക്കുന്നു, വിവിധ പ്രോഹിബിഷൻസ് അംഗീകരിക്കുന്നു, പെർമനൻ്റ് പ്രോഹിബിഷൻസ് ലംഘിച്ച ബാറ്റിൽ വോയിഡ് മാരേജ്, ടെമ്പററി പ്രോഹിബിഷൻസ് ലംഘിച്ച ഫാസിഡ് മാരേജ്, പിന്നെ എല്ലാ വിലക്കുകളിൽ നിന്ന് ഫ്രീ ആയ അത് സാഹിക് മാരേജ് ആയിരിക്കും. ഇതാണ് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്. മുസ്ലിം ലോ പ്രകാരം പെർമനൻ്റ് ആബ്സല്യൂട്ട് പ്രോഹിബിഷൻസ് ലംഘിച്ച വോയിഡ് മാരേജ്, ടെമ്പററി ആണെങ്കിൽ അത് ഫാസിഡ് ഇറഗുലർ മാരേജ്, പിന്നെ എല്ലാ വിലക്കുകളിൽ നിന്ന് ഫ്രീ ആയ സാഹിക് മാരേജ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. താങ്ക് യു.